ഗൈസ് ഇന്ന് നമ്മൾ ഇതേ സ്ഥലത്ത് തന്നെ വീണ്ടും ഇരിക്കണം. ഇതിൽ കുറച്ച് സാധനങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് ആരെ വൂൾഫാണെന്ന്. ശരിക്കും ഇത് എൻ്റെ വൂൾഫാണ്. ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഈ വൂൾഫിനെയൊക്കെ കിട്ടിയെന്ന്. പിന്നെ അത് കണ്ടോ, നെതർ പോർട്ടലാണ്. പിന്നെ അതൊക്കെ ഞാൻ കുറേ ഞാൻ ഡയമണ്ട് മൈൻ ചെയ്യാൻ പോയി. അങ്ങനെ എനിക്ക് ഈ ഡയമണ്ട് പിക്കാക്സ് കിട്ടി. പിന്നെ ഒരു ഡയമണ്ട് എക്സ്ട്രയും വന്ന്. പിന്നെ ആ ഡയമണ്ട് കൊണ്ട് ഞാൻ എൻചാന്റിങ് ടേബിൾ ഉണ്ടാക്കാൻ ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ ഞാനൊരു വില്ലേജ് ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കും, എനിക്ക് ഫുൾ ഡയമണ്ട് ആർമർ ഉണ്ടാക്കാൻ. പിന്നെ നിങ്ങളെ കാണിച്ചുകൊണ്ട് ഞാൻ നെതറിൽ പോകാമെന്ന് വിചാരിച്ച്. ഓക്കെ, അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ ഇതായിരിക്കണം. എനിക്ക് 2 റൂണ്ട് നെതർ പോർട്ടൽ കിട്ടി. അവിടെ നിന്നൊക്കെ ഒബ്സിഡിയൻ മൈൻ ചെയ്താണ് ഇതെടുത്ത്. കേറാം യു ഗേഴ്സ്, നമ്മൾ കയറാൻ പോയാണ്. പ്ലീസ് നല്ല സർവായിരിക്കണേ. ടിങ്കടാങ്ക് നല്ല സ്ഥലമാണ്. പക്ഷെ ഇവിടെ മറ്റേ കാട്ടുപന്നിയില്ല, നെതറിലുള്ള കാട്ടുപന്നി. അതാണ് മെയിൻ പ്രശ്നം. അത് മാത്രമേ ഉള്ളൂ പ്രശ്നം. നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നെതറിൽ നമുക്ക് വാട്ടർ പ്ലേസ് ചെയ്യാൻ പറ്റൂല. കാണിച്ചുതരാം. വാട്ടർ പ്ലേസ് ചെയ്യാൻ എന്തോന്ന് പറ്റുമെന്ന് കാണിച്ചുതരാം. ഇത്രേ ഉള്ളൂ ഗൈസ്, നെതറിൽ വെള്ളം ഉപയോഗിച്ച. എൻ്റെ സ്ക്രീനിൽ എന്തോ പറ്റിയെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്കിവിടെ കുറച്ച് എക്സ്പ്ലോർ ചെയ്യാം. നെതർ ഫോർട്രസ് കിട്ടി. ഇല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു നെതർ ഫോർട്രസ് ഒന്ന് ഇതൊക്കെ മൈൻ ചെയ്തെടുക്കാൻ നമുക്ക് വല്ല ആവശ്യം വരും. പിന്നെ നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞുതരാം. ഈ ബ്ലോക്കില്ലേ നെതർ റാക്ക് എന്തോ ആണ്. അതാണ് വേൾഡിൽ ഏറ്റവും പെട്ടെന്ന് മൈൻ ചെയ്യാൻ പറ്റുന്ന സാധനം. ഇത് കുറേ കളക്ട് ചെയ്യാം. പിന്നെ ഇത് റെഡ് സ്റ്റോൺ വെച്ചെന്തോ ഒരു പരിപാടിയാണ്. ആർക്കും വേണ്ടാത്ത ഈ റെഡ് സ്റ്റോണൊക്കെ മാത്സ് പഠിക്കണ പോലെയാണ്, നല്ല പാടാണ്. പിന്നെ വൂൾഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ വൂൾസ് ടേൺ ചെയ്തുകൊണ്ട് വന്നപ്പം ഇങ്ങോട്ട് വരണ സമയത്തൊരു റെവീൻ പോലെ ഉണ്ടായിരുന്നേ. അത് വെള്ളമായിരുന്നു റെവീന് ഫുള്ള്. അപ്പം ഞാനാണെങ്കിൽ ഇങ്ങനെ എൻ്റെ മണ്ണ് കൊണ്ടുണ്ടാക്കിയ ചെറിയ വീട്ടിൽ കയറിയപ്പോൾ എൻ്റെ വൂൾഫിനെ കാണാനില്ല. ഞാൻ നോക്കിയപ്പോൾ വെള്ളത്തിൽ കയറി ഡ്രൗണായി. എനിക്ക് രണ്ട് വൂൾഫ് ഉണ്ടായിരുന്നു. ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തത് കാണിച്ചുതരാം. അമ്മേ എന്നൊന്നും ചെയ്യല്ലേ ആരും. അയ്യോ, എൻ്റെ പന്നി സ്പോണായി. ഞാൻ ഇപ്പം തന്നെ പോണു. എനിക്ക് എവിടേക്കും വയ്യ. എനിക്ക് ആ പന്നീനെ ഒട്ടും ഇഷ്ടമല്ല. ദിസ് ഈസ് റിയൽ മൈൻക്രാഫ്റ്റ് ന്യൂബ്. പിന്നെ ഞാൻ കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ അവിടെ ഒരു ഐലൻഡ് ഉണ്ട്. അവിടെ നിന്നാണ് ഞാൻ അതും സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ റിസോഴ്സസ് കളക്ട് ചെയ്ത് ഗൈസ്. നമ്മൾ ഇന്ന് വീടുണ്ടാക്കാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പം നമുക്ക് നേരെ അതിൻ്റെ പരിപാടിയിലോട്ട് പോവാം. സത്യം പറഞ്ഞാൽ ഞാൻ ട്യൂട്ടോറിയലൊന്നും കണ്ടില്ല.
ഞാൻ ചുമ്മാ ജസ്റ്റ് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യാണ്. ഞാൻ ചുമ്മാ ഒരു വീട് ഉണ്ടാക്കാം. ഗൈസ്, നമ്മൾ വീട് ഇതുവരെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കി കംപ്ലീറ്റ് ആക്കാത്തത് ഇനി സെക്കൻഡ് ഫ്ലോർ ഉണ്ട്, അതിൻ്റെ റൂഫുണ്ട്, പിന്നെ ഇച്ചിരി ഡീറ്റെയിൽസ് ഉണ്ട്. അതിൻ്റെ സൈഡൊക്കെ കുറച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാനുണ്ട്. അതൊക്കെ അടുത്തടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. പിന്നെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. അപ്പം എല്ലാവരും ഇതുവരെ കണ്ടതിന് താങ്ക്സ്. ബൈ. ഞാനും കിടന്ന് ഉറങ്ങാൻ പോണ്, രാത്രിയായി. പിന്നെ ഈ വൂൾഫിൻ്റെ പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിനെ ഞാൻ ഉദ്ദേശിക്കുന്ന പേര് കുക്കി എന്നല്ലെങ്കിൽ ബിസ്ക്കറ്റ് എന്നായിരിക്കും. എന്ന് വെച്ചാൽ കുക്കിന്നിടാൻ കാരണം ഞാൻ ഫസ്റ്റ് പട്ടീനെ കണ്ടപ്പോൾ ഞാൻ കുക്കീനെ പോലെ തോന്നി. അപ്പോൾ ഞാൻ കുക്കീന്നിടാൻ തോന്നി. പിന്നെ ആ പട്ടി മരിച്ചു. ഏത് റവീനെന്നറിയാമോ? ഇത് ഇവിടെ കിടന്നാണ് മരിച്ചത്. എൻ്റെ കുക്കി, ഐ മിസ് യു കുക്കി. നല്ലൊരു വൂൾഫ് എന്നെ ഫസ്റ്റ് പ്രാവശ്യം തന്നെ ടേം ചെയ്തപ്പം എൻ്റെ കൂടെ വന്ന് നല്ലൊരു ഡോഗായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ പേരായിരുന്നു കുക്കി. പിന്നെ കുക്കിയുടെ ഓപ്പോസിറ്റ് ബിസ്ക്കറ്റാണല്ലോ. ബിസ്ക്കറ്റാണെന്ന് തോന്നണ്, എനിക്കറിഞ്ഞൂടാ. അപ്പം ബിസ്ക്കറ്റ്, ഓറിയോ, ഗുഡ് അങ്ങനത്തെ വല്ലതും, അല്ലെങ്കിൽ ബിസ്ക്കറ്റെന്ന് മാത്രം ഇടാൻ പോണ്. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ നമ്മൾ ഡേ 30 ആണ് നമ്മളിന്ന് കളിക്കണത്. നമ്മൾ 35 എന്തെങ്കിലും നമ്മളെ വീട് കംപ്ലീറ്റ് ആക്കുമായിരിക്കും. ഓക്കെ, അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.